നമുക്ക് ആദ്യം പരിശുദ്ധ വചനം ഹൃദയത്തിൽ ഗ്രഹിച്ചു, ഉദരത്തിൽ വഹിച്ചു, അതിൽ ലോകത്തിലെ രക്ഷകനായി തന്ന അമ്മയുടെ കരങ്ങളിലേക്ക് എന്നെയും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥനയാണ് ഇന്ന് ക്ലാസ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് കിട്ടിയ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അത് ഗ്രഹിക്കാനുള്ള ഒരു കൃപ നൽകാൻ വേണ്ടി അമ്മയ്ക്ക് നമുക്ക് വരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച് നമുക്ക് കിട്ടിയ നിയമങ്ങളെല്ലാം പറഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എത്തില്ല അല്ലേ? ഞാനങ്ങനെയാണ് വിചാരിക്കുന്നത്. എൻ്റെ പ്രാർത്ഥന നിയമങ്ങളെല്ലാം ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ 2004 ഈശോയ്ക്ക് എന്നെ സമർപ്പിച്ചതാണ്. ഇനി ഞാൻ ഇനി നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഈശോയോട് ഒരു ഉടമ്പടി എടുത്തതാണ്. എനിക്കതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കില്ല, ഈശോയെ മഹത്വപ്പെടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റും. ദൈവത്തിന് തിരഞ്ഞെടുത്ത മക്കളെ ദൈവം ഒരുക്കി വാർക്കും. അതെനിക്ക് നല്ല വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് പ്രാർത്ഥനയാണ് ക്ലാസ്. പ്രാർത്ഥന വെച്ചാൽ നമുക്ക് ഒരുപാട് അറിയാം. എല്ലാം പ്രാർത്ഥനയാണ്. ഈ ബൈബിളിലെല്ലാം പ്രാർത്ഥനയാണ്. യഹൂദന്മാരുടെ പ്രാർത്ഥന, ഈശോയുടെ പ്രാർത്ഥന, സ്ലീഹന്മാരുടെ പ്രാർത്ഥന. പക്ഷേ എനിക്ക് ഇവിടെ ഇപ്പം പറയാനുള്ളത്, നമ്മുടെ ഈ സെൻറ്റർ ദൈവം ഉയർത്തിക്കൊണ്ടുവന്നത് ആരും സെൻറ്ററിൽ പറയാത്ത ഉടമ്പടി ലംഘനമാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ, ലംഘനം എന്നെന്താൽ ആ ഒരു ഇത് ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ വചനം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയമൊക്കെ അങ്ങ് ജ്വലിച്ചല്ല പൊടിഞ്ഞു പോകും. കാരണം മാർക്കോസ് 12:24 എന്താ പറയുന്നത്? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അപ്പം നമുക്ക് വിശുദ്ധ ലിഖിതമുണ്ട്, 2-3 ഉണ്ട്. പക്ഷെ നമ്മൾ ആരും വായിക്കുന്നില്ല, നമുക്ക് അതിനെപ്പറ്റി അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലേക്ക് പ്രശ്നങ്ങൾ തീരുന്നില്ല, ഒന്നിനും ഒന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷെ പ്രശ്നങ്ങൾ വരും. ഈശോ പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ അനുദിന കുരിശുമെടുത്തതിൻ്റെ പിന്നാലെ വരട്ടെ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഒന്ന് പോയാലും ഒന്ന് വരും. പക്ഷെ അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ വചനം വേണം. ആദ്യം നമുക്ക് പ്രാർത്ഥന എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം തന്നെ ഞാനിവിടെ വരുന്ന സമയത്ത് ഇപ്പം എല്ലാ സിസ്റ്റർമാരോടും ശുശ്രൂഷയോടും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ അവരെല്ലാം പ്രാർത്ഥിക്കും. പക്ഷേ ഈ ഒരു രോഗം വന്നാൽ നമുക്ക് മരുന്ന് കഴിക്കണമെങ്കിൽ, എനിക്കൊരു പനി വന്നു, അത് അടുത്ത എൻ്റെ മകനോ എൻ്റെ ഹസ്ബൻഡോ കഴിച്ചാൽ നമുക്ക് ആ രോഗം മാറില്ല. ഞാൻ തന്നെ അത് കഴിച്ചാൽ മാത്രമേ എനിക്ക് പനി മാറുള്ളൂ. അപ്പം ഈ പ്രാർത്ഥന എൻ്റെ ഒരു ആവശ്യത്തിന് ഞാനത് പരിത്യാഗം ചെയ്ത് ഈശോയോട് ചേർന്നിരുന്ന് ആ ഒരു പ്രാർത്ഥന നമുക്ക് കിട്ടുമ്പോൾ മാത്രമേ എനിക്കത് ശക്തി കിട്ടുള്ളൂ. പറയുന്നുണ്ട്, ഒരു ബുക്കിൽ വായിച്ചു, പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തി തളർവാദ രോഗി പോലെയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് മനസ്സിലാകുന്നില്ലേ? നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നില്ല, അവരിങ്ങനെ അലസതായി കഴിയുന്നു. അവർക്ക് അങ്ങനെ പോകുന്ന സമയത്ത് 5 മിനിറ്റ് അവരോട് സംസാരിക്കാൻ പറ്റില്ല. അവരുടെ വായിൽ നിന്ന് വരുന്നത് നെഗറ്റീവ് ചിന്തയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുന്നുണ്ട്, അപ്പം ഒരു 5 മിനിറ്റ് ബസ് വരാൻ താമസിക്കുന്നു. കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വരുന്ന ആ പരപരപ്പും ആ ഒരു അസ്വസ്ഥയും കാണുമ്പോൾ നമുക്ക് തോന്നും, ആ ഒരു എന്തവസ്ഥയെന്ന്. ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ദൈവത്തോട് ചേർന്നിരുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അത് വരില്ല. ഇത് ദൈവഭക്തതയാണ്, അല്ലെങ്കിൽ അതൊരു സമാധാനം, അല്ലെങ്കിൽ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഇങ്ങനെയെങ്കിലും പറഞ്ഞു നിൽക്കും. അതാണ് നമ്മളുടെ ഒരു പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിക്കുള്ള ഒരു കാണുമ്പോഴുള്ള നെഗറ്റീവ് ചിന്ത. സ്നേഹമുള്ളവരെ, പ്രാർത്ഥന എല്ലാ മതത്തിനും പറഞ്ഞിട്ടുണ്ട് അല്ലേ? എല്ലാ ആൾക്കാരും പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ബ്രാഹ്മൺസാണ്. അയാൾ 3 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കുന്നുണ്ടാവും. മയക്കെടുത്ത് വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അയാളുടെ ആ പ്രാർത്ഥന അയാൾ ഇങ്ങനെ വാട്സപ്പിലൊക്കെ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് തോന്നും. ഇപ്പം കോളനിയിൽ എല്ലാവരും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല, കുറച്ച് ഇങ്ങനെ ശബ്ദം കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരു ഗസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി, ഇയാൾ പ്രാർത്ഥിക്കുന്ന കണ്ടില്ലേ, നിങ്ങൾ ഇവിടെ നെഗറ്റീവ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനും 3 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്കൊന്നും വരില്ല. നമ്മൾ എണീറ്റ ഉടനെ ഈശോയുടെ തിരുത്തൊക്കെ കോട്ട കെട്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അയാളുടെ ഇതിൽ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ നമ്മുടെ ഇതിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അയാൾക്ക് പറഞ്ഞിട്ടുണ്ട് 3 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കും. ഇന്ന് 4 മണിക്ക് ശബ്ദം കേട്ടിട്ടുണ്ട്. അയാൾ ഇല്ലെങ്കിൽ, ശബ്ദം ഇല്ലെങ്കിൽ നമുക്കറിയാം അയാൾ അവിടെ ഇല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരു കൊറോണ വന്നതോടെ എല്ലാവർക്കും രാത്രി പണി ചെയ്യുക, രാവിലെ കിടന്ന് ഉറങ്ങുക, പിള്ളേരൊക്കെ എണീക്കാനൊക്കെ വൈകുന്നുണ്ട്. അത് തിന്മയുടെ ഒരു ശക്തിയാണ്. നമുക്ക് ഈ കൊറോണ വന്നതോടെയും ഈ വർക്ക് അറേഞ്ച്മെൻറ്റ് രാവിലെ ഹോംവർക്ക് ചെയ്യുന്നതോടെയൊക്കെ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു തിന്മയുടെ ശക്തി എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ? നമുക്ക് കാണാൻ പറ്റില്ല. രാവിലെ ഇപ്പോൾ 5 മണിക്ക് എണീക്കുന്ന, ആരും എണീക്കുന്നില്ല. പിള്ളേരൊക്കെ എണീക്കും 10 മണി, 9 മണി, 8 മണി ഇങ്ങനെ
കഴിഞ്ഞിട്ടാണ് എണീക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങ് പ്രാർത്ഥന എല്ലാവരും ചെയ്തു. നമുക്ക് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, രാവിലെ എണീറ്റ് സങ്കീർത്തനം 92:3 പറയുന്നുണ്ട്, എപ്പോഴും പറയുന്നത് പ്രഭാതത്തിൽ കരുണയ്ക്ക് വേണ്ടിയും പ്രദോഷത്തിൽ നമ്മൾ വിശ്വസ്തതയും സ്തുതിക്കണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഗാന്ധിജി തന്നെ എന്താ ചെയ്തു? ഈ വചനം നമ്മൾ മേഴ്സി കോളേജ് പോകുമ്പോൾ ആ പടിവാതിൽ എഴുതി വെച്ചിട്ടുണ്ട്, പ്രഭാതത്തിൽ പ്രാർത്ഥന താക്കോൽ പോലെയും പ്രദോഷത്തിൽ ഓടാമ്പലും പോലെയാണെന്ന്. എനിക്ക് തോന്നി ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്രിസ്ത്യാനിയെ വെറുക്കുന്നുണ്ട്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പം നമുക്കിത് മനസ്സിലാകും. നമ്മൾ ഒരു ദിവസം ഞാൻ തമിഴ് സീരിയല്ല, ഒരു ഡയലോഗ് നമുക്ക് വാട്സപ്പിൽ വന്നു. ഒരു മനുഷ്യൻ ഒരു ഹൈന്ദവനോട് ചോദിക്കാൻ പറയണത്, യേശു ക്രിസ്തു എന്ന് പറയണത് അത് ഇംഗ്ലീഷുകാരുടെ ദൈവമല്ലേ എന്ന്. അപ്പം ഇയാൾ പറയുന്നുണ്ട്, ഹേയ് അത് ഇംഗ്ലീഷുകാരൻ്റെ ദൈവമല്ല, അത് ഏക ദൈവമാണ്, സകല ജനങ്ങൾക്കുള്ള ദൈവമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ഈ വചനം വെച്ച് ഗാന്ധിജിയുടെ ആ സ്വഭാവം വെച്ച് മനസ്സിലാക്കുമ്പം ഞാൻ ഓർക്കും, ഈശോ മത്തായി 5:48 പറയുന്നില്ലേ, നിങ്ങളുടെ പ്രവൃത്തി കണ്ടവരും സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ എന്ന് പറയുന്ന വചനമുണ്ട്. അപ്പം ഈ ബ്രിട്ടീഷുകാർക്ക് ഒരു നന്മ ഉണ്ടെങ്കിൽ, ഈ ജീവിതത്തെ ഭരിക്കാനുള്ള ഒരു നന്മ ഉണ്ടെങ്കിൽ ഗാന്ധിജി അങ്ങനെ പറയില്ല, ക്രിസ്ത്യാനിയെ വെറുക്കുന്ന ഒരിക്കലും പറയില്ല. അവർ ഇങ്ങനെ സമ്പത്തിന് വേണ്ടിയും അടിമപ്പെടുത്തിയൊക്കെ ജീവിച്ചതുകൊണ്ടാണ് ഗാന്ധിജി അങ്ങനെ പറയുന്നത്. അപ്പം നമ്മൾ ശരി പ്രാർത്ഥനയുടെ അങ്ങനെ നമുക്ക് പ്രാർത്ഥനയിൽ പറയുന്ന സമയത്ത് ഇനി ഉടമ്പടി, ഇവിടെയാണ് ഉടമ്പടി നമുക്ക് ക്ലാസ് എടുക്കണത്. അപ്പം നമ്മൾ ഉടമ്പടിയിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പം നമുക്ക് ഫസ്റ്റ് അറിയാം ആരാ ഉടമ്പടി. ഫസ്റ്റ് കിട്ടിയ ഉടമ്പടി എവിടെയാണ്? ആദാം ഹവ്വയ്ക്ക്, നമ്മുടെ ആദ്യ മാതാപിതാക്കൾക്ക്. ആദാമിനും ഹവ്വയോടാണ് ഈശോ എന്താ പറഞ്ഞത്? നീ ഈ പഴം തിന്നരുത്, പിന്നെ അപ്പം പഴം തിന്നരുതെന്ന് പറഞ്ഞുകൊണ്ട് പോയി. അപ്പം പിശാച് ഈ നമ്മുടെ മുത്തശ്ശി, നമ്മുടെ മാതാപിതാക്കൾ അത് വശമായിട്ട് ആ പഴം കാണാനും ഭക്ഷിക്കാനും സ്വാദുള്ളത് കൊണ്ട് കഴിച്ച് ദൈവത്തെ പോലെ, ആ മോഹം ദൈവത്തെ പോലെ ആകാനായിട്ട്. നമുക്ക് ഓർക്കാം, ഇന്നും പരസ്യം അങ്ങനെയല്ലേ, ടി വിയിൽ പരസ്യം വന്ന ഉടനെ നമ്മൾ കാശുകൾ മുടക്കി പരസ്യം വാങ്ങി കൂട്ടുകയല്ലേ. അപ്പം ഈശോയുടെ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നഷ്ടപ്പെട്ടു, അവർ ഒളിച്ചിരുന്നു. അപ്പം നമ്മതൊക്കെ വായിക്കുന്നുണ്ട്, ഉൽപ്പത്തിയിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ പരദീസ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട് അവർക്ക് എന്ത് പറ്റി? അവർക്ക് കൃപ നഷ്ടപ്പെട്ട് അവർ പരദീസയിൽ നിന്ന് പുറത്തായി. ഇന്ന് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സമയത്ത്, എന്തെങ്കിലും ഈ കൽപ്പനകളോ പ്രമാണങ്ങളോ അകന്നു പോകുന്ന സമയത്ത് നമുക്ക് വരുന്ന ആദ്യം ഇതാണ്, ദൈവകൃപ നഷ്ടപ്പെടും. പിന്നെ നമുക്കത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റില്ല, അലസത, പിന്നെ അങ്ങനെ പോകും. അത് നമുക്ക് വരുന്ന അനുഭവം തന്നെ. പക്ഷേ ഈ അമ്മയ്ക്ക്, ഈ ആദ്യ മാതാപിതാക്കൾക്ക് ആ ദൈവകൃപ നഷ്ടപ്പെട്ടിട്ടാണ് ആദ്യം ഹായിൻ ആദ്യത്തെ മകനെ പ്രസവിക്കുന്നത്. ആ മകനിൽ എന്തുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ഈ മകനെ ഉദരത്തിൽ വെച്ച് നമുക്ക് വചനം കൊടുക്കണം, പരിശുദ്ധാത്മ നിറയാം, എലിസബത്ത് അമ്മ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാം നിറഞ്ഞെന്നൊക്കെ വായിക്കുമ്പോൾ ഈ അവ എന്ത് ചെയ്തു? പ്രവൃത്തി ഓരോ ജോലി ചെയ്തിട്ടുണ്ടാകും. നമ്മളങ്ങനെ ഊഹിക്കാം, ഈ മകൻ ഗർഭിണി, ഞാൻ ഇങ്ങനെ ചെയ്തു, എനിക്കിങ്ങനെ പറ്റി, അങ്ങനെയൊക്കെ ഈ അമ്മ ഓർത്തിട്ടുണ്ടാകാം. പക്ഷെ അവർക്ക് ജനിച്ച ആദ്യത്തെ കുട്ടി ഒരു കൊലയാളിയായിട്ട് മാറിയില്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ ഉദരത്തിൽ വെച്ച് തന്നെ ആ കുട്ടിക്ക് ആന്തരികമുറി കിട്ടി, അവനക്ക് സഹോദരനോട് എന്താ പറയുക, അസൂയ തോന്നി, അങ്ങനെ ഒരു കൊലയാളിയായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. ഇന്നും നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇത് തന്നെ നടക്കണം. നമ്മുടെ ഉദരത്തിൽ വരുന്ന, അച്ഛൻ പറയും പോലെ ജഡിക മോഹം, അങ്ങനെ ജനിക്കുന്ന കുട്ടികളൊക്കെ ഇന്ന് ജഡമുഖത്തിലേക്ക് തന്നെ പോകുന്നത്. നമുക്കിപ്പം യൂട്യൂബോ അല്ലെങ്കിൽ പേപ്പറോ ഒന്നും നോക്കാൻ പറ്റുന്നുണ്ടോ? അവർക്ക് വയസ്സില്ല, പ്രായമില്ല, എന്തൊക്കെയാണ് കാണുന്നത്. നമ്മളൊക്കെ അത് കാണുമ്പോൾ നമുക്കത് മനസ്സിൽ എന്താ പറയുക, വേദനയാണ് തോന്നുന്നത്. ദൈവമേ, ലോകം പോകുന്ന പോക്കെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് നമുക്ക് മനസ്സിലാകും, ക്രിസ്ത്യാനിയായാൽ നമുക്ക് മനസ്സിലാകും ഈ വചനത്തിൽ ഇതൊക്കെ സംഭവിക്കും. അല്ലെങ്കിൽ ആന ഇറങ്ങണം, പുലി ഇറങ്ങണം എന്നൊക്കെ വായിക്കുമ്പോൾ അയ്യോ അത് ഇറങ്ങണം, ഇത് ഇറങ്ങണം, അവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ്, അവിടെ മരം ഇല്ലാത്തതുകൊണ്ടാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അതല്ല, ഇവിടെ ശരിക്കും പാവം കൂടുമ്പോൾ ലോകത്തിലേക്ക് ഞാൻ വന്യമൃഗങ്ങളെ ഞാൻ അയച്ച് നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ദൈവം നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നമുക്കിത് അറിയില്ല, അതുകൊണ്ടാണ് ഓരോന്നും ഇവിടെ സംഭവിക്കുന്നതെന്നും അറിയാം. അപ്പം പിന്നെ ഈ ആദം ഇങ്ങനെ ചെയ്തു. പിന്നെ ഉടമ്പടി അബ്രഹാമിന് കൊടുത്തു, മോശയ്ക്ക് കൊടുത്തു, നോയ്ക്ക് കൊടുത്തു, അങ്ങനെയൊക്കെ ഉടമ്പടി വന്നിട്ട് അവസാനമാണ് മോശയ്ക്ക് കൊടുത്ത് ഉടമ്പടി 10 കൽപ്പനകൾ കൊടുക്കുന്നത്. 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ നമ്മൾ പുറപ്പാട് 20 വായിക്കുന്നുണ്ട്, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, എന്നെ തവിര വേറൊരു കർത്താവ് നിനക്ക് ഉണ്ടാകരുതെന്ന്. പിന്നെ നിയമാർത്ഥം പറയുന്നത്, നിങ്ങൾ അന്യ ആൾക്കാരോട് താമസത്തിൽ പോകുമ്പോൾ അവരുടെ ആചാരങ്ങൾ ഒന്നും നമ്മൾ ചെയ്യരുതെന്ന്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ ഉടമ്പടി ലംഘിച്ച് ഈ 1-ാം പ്രമാണം വായിക്കുന്ന സമയത്ത് 100 പേരും, അതാണ് ഈശോ പറയണത്, ഒരുവൻ പോലും നല്ലവനല്ലെന്ന്, ഈ ഉടമ്പടി ലംഘിച്ച് നമ്മൾ ജീവിക്കുന്ന മക്കളാണ്. കാരണം നമ്മൾ അപ്പുറത്ത് ഹിന്ദുവാണ്, എന്തെങ്കിലും കൊണ്ടുവന്നാൽ അവർ അമ്പലത്തിൽ കൊണ്ടുവന്നാൽ വേഗം കഴിക്കും. ഇതൊന്നും നമുക്കിത് അറിയില്ല. അറിയാത്തതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ
ഇത് ഉടമ്പടി ലംഘനം, ഈ ദൈവ ഉടമ്പടി എന്ത് ലംഘനമാണെന്ന പോലെ നമുക്ക് അറിയാത്ത മട്ടാണ് നമ്മളിങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ അച്ഛൻ ഈ പ്രമാണങ്ങൾ എടുത്ത് ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് എന്താ ഈ ഉത്തരം കിട്ടുന്നില്ല. സ്നേഹമുള്ളവരെ, ഞാൻ 2006 തൊട്ട് ഈ 3 മണി പ്രാർത്ഥന തുടങ്ങിയതാണ്, മെറ്റിലിട്ടുമെല്ലാം. പക്ഷേ ദൈവം 2004 ഞാൻ ഈശോയുടെ ഉടമ്പടി എടുത്ത് മുരിങ്ങൂർ പോയിട്ട് ഇനി അത് നിയമർത്ഥം 28:1 വചനം വെച്ച് നിൻ്റെ വചനം കേൾക്കും, അത് സൂക്ഷ്മയോട് ഞാൻ പാലിക്കും, എനിക്ക് ഈ അനുഗ്രഹങ്ങൾ വേണമെന്ന്. പക്ഷെ ദൈവം എല്ലാം നടത്തി തന്നുണ്ട്. പക്ഷെ ഞാൻ വെച്ച നിയോഗം 2 ഉണ്ട്, അത് കിട്ടിയിട്ടേ ഇല്ല. അപ്പം പ്രൈസ് ദി ലോർഡ്. അപ്പം അത് എനിക്ക് വിശുദ്ധീകരിക്കാനാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. ദൈവത്തിന് അതിലൊരു കൃപ വരാൻ ഇപ്പം ഞാൻ പ്രാർത്ഥന മാറ്റി, ദൈവം നിൻ്റെ ഗത നടക്കട്ടെ, കാരണം അത് നീ നടത്തി തന്നതിലോ എന്ന് ഓർമ്മ ഉണ്ട്. ഇപ്പം നമ്മൾ ആരെങ്കിലും എങ്ങനെയാണ് ഭക്ഷണം ആരെങ്കിലും കൊണ്ടുവന്നാൽ നമ്മൾ കഴിക്കണില്ല, അല്ലെങ്കിൽ പിന്നെ എന്തെന്ന് വെച്ചാൽ ആദ്യം മാതാവ് ഭക്ഷണത്തിലാണ് ഉടമ്പടി നഷ്ടപ്പെടുത്തിയത്. ഇന്ന് അതേ രീതിയാണ് നമുക്ക്, ഭക്ഷണ രീതിയിലാണ് നമുക്ക് ഉടമ്പടി നമുക്ക് ലംഘിക്കാൻ വരുന്നത്. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, മറ്റുള്ളവരുടെ ഭക്ഷണമൊന്നും കഴിക്കരുതെന്ന് പറയാറുണ്ട്. ആ ഉടമ്പടി നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കുറയുമ്പോൾ നമുക്ക് തിന്മയുടെ ശക്തികൾ വേഗം വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈശോ ഇത് നമ്മുടെ പുതിയ ഉടമ്പടിയിൽ വരുന്ന സമയത്ത് നമ്മുടെ മാതാവാണ്, അതിന് നമ്മുടെ അമ്മയാണ് നമുക്ക് ശരിക്കും ഈ ഉടമ്പടി പിടിച്ചു തന്നെന്ന് വേണം പറയാൻ. കാരണം അവർ 3 വയസ്സിൽ തന്നെ ദേവാലയത്തിൽ വളർന്നു, പഴയ നിയമങ്ങളെല്ലാം വായിച്ച് ഒരു രക്ഷകൻ പിറക്കാൻ പോകണം, അവർക്കൊന്ന് ദാസി വേല ചെയ്താൽ മതിയായിരുന്നു. ആ ഒരു എളിമയോട് അമ്മ നമുക്ക് വാങ്ങി തന്ന ഒരു ഉടമ്പടിയുടെ പുതിയ ഉടമ്പടിയാണ് പരിശുദ്ധ അമ്മ. അതിൽ വരുന്നത് നമുക്ക് സ്നേഹമുള്ളവരെ പ്രഭാഷകൻ 40 ഒരു വചനം പറയുന്നുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ വന്ന നിമിഷം മുതൽ സർവ്വലോക മാതാവിൻ്റെ അടുത്ത് എത്തുന്നത് വരെ ആദത്തിന്റെ മക്കളുടെ കഴുത്തിൽ നുകം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മാതാവിൻ്റെ ഉദരത്തിൽ വന്ന, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പ്രസവിച്ച് നമ്മൾ വന്ന സമയം മുതൽ ആദത്തിന്റെ സർവ്വലോക മാതാവ് പരിശുദ്ധ അമ്മ, ആ മാതാവിൻ്റെ അടുത്ത് എത്തുന്നത് വരെ നമ്മുടെ ആദത്തിന്റെ മക്കളുടെ കഴുത്തിൽ നുകം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അതാണ് നമ്മുടെ നുകം. ആദ്യ മാതാക്കൾ അവർ ചെയ്ത പാപത്തിന് നമ്മൾ ഇന്ന് ഏൽക്കുന്ന നുകം, അത് തന്നെ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. 10 കൽപ്പന തന്നിട്ട് നമ്മളത് പിന്മാറില്ല. നമ്മൾ ഇന്നും ഭക്ഷണത്തിൻ്റെ പിന്നാലെയും അല്ലെങ്കിൽ പിന്നെ അന്യദൈവ ആരാധനയും അങ്ങനെയൊക്കെ പോകുന്ന ശീലമാണ് നമുക്കിന്നുള്ളത്. അപ്പം ഇതിങ്ങനെ പിന്നെ നമുക്ക് അത് എങ്ങനെ എടുക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റും. നമുക്ക് സങ്കീർത്തൻ 144:1 പറയുന്നു, യുദ്ധം ചെയ്യാൻ കൈകളും പട ചെയ്യാൻ വിരലുകളും യുദ്ധം ചെയ്യാൻ കൈകളും പടപൊരുതാൻ വിരലുകളും പരിശീലിപ്പിച്ചെന്ന്. അപ്പം നമ്മൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, അച്ഛൻ ഇത്തിരി നേരത്തെ പറഞ്ഞില്ലേ, ജപമാല നമ്മളെ വിശുദ്ധീകരിക്കും. പക്ഷെ നമുക്കത് സാധിക്കില്ല. ഞാൻ ആദ്യം അങ്ങനെയായിരുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റില്ല. ജപമാല എന്ന് പറയണത് സ്വർഗം തന്ന ആ പ്രാർത്ഥനയാണ്. ഓരോ ദിവസവും ഓരോ നന്മ നിറഞ്ഞും അത് സ്വർഗത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഓരോ നിമിഷവും നമ്മളത് വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. നാവും ശരീരവും നമ്മുടെ കാതൊക്കെ വിശുദ്ധീകരിക്കുന്നതാണ് ഈ ജപമാല പ്രാർത്ഥന. പക്ഷെ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അവനക്ക് ഇഷ്ടമില്ല. കാരണം നമ്മൾ വെളിപാട് 12:13 വായിക്കുന്നില്ലേ? 12:12 എന്താ വായിക്കുന്നത്? അരിശം പൂണ്ട പിശാച് ദൈവവചനം കാക്കുന്നവരുടെ അടുത്തും പിന്നെ അമ്മയുടെ മക്കളുടെ അടുത്തേക്കും ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്കത് പറ്റില്ല. സ്നേഹമുള്ളവരെ, ഒരു ചെറിയ അനുഭവം. എനിക്ക് 3 വയസ്സായ 2 വയസ്സായ പേരക്കുട്ടികളാണ് ഉള്ളത്. അവൾ ഇപ്പം വീട്ടിൽ പോയപ്പോൾ ഞാൻ വെച്ച് ഇനി എന്ന് ഇവിടെ വന്ന് അവൾ വരുന്നതുവരെ പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ 2-3 ദിവസം വന്നപ്പോൾ നല്ല സുഗന്ധമായിരുന്നു. ഞാനപ്പോൾ അമ്മയോട് പറയും, അമ്മേ എനിക്ക് ശബ്ദം വേണം, എനിക്ക് ഈ മെല്ലെ പ്രാർത്ഥിക്കണ ഇഷ്ടമല്ല, കൊന്തയൊക്കെ പറഞ്ഞ് ഇത്തിരി മെല്ലെ ഉറച്ചും പ്രാർത്ഥിക്കണം, അപ്പോൾ എനിക്ക് ശബ്ദം വേണം, എന്നാൽ ഞാൻ വരാൻ കേട്ടോ, അല്ലെങ്കിൽ ഒരു ദിവസം പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം വരാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ശബ്ദം കിട്ടി, പിറ്റേ ദിവസമൊക്കെ വരാനൊക്കെ ശബ്ദം കിട്ടി. അങ്ങനെ ഞാൻ ഒരു ദിവസം ചൊവ്വാഴ്ച ഇവിടെ വരുന്ന സമയത്ത്, തിങ്കളാഴ്ച എന്തോ വരുന്ന സമയത്ത് ഒരു 2 ജപമാല ചൊല്ലുമ്പോൾ എൻ്റെ ശരീരമൊക്കെ ഭയങ്കര വേദനയായി, ഇരിക്കാൻ പറ്റില്ല, പനി പിടിച്ചതുപോലെ. അപ്പം ഞാൻ ഇവിടുത്തെ കുട്ടികളുടെ ശുശ്രൂഷ പറഞ്ഞു, മോളെ ഞാൻ പോകണം കേട്ടോ, നാളെ ചൊവ്വാഴ്ചയിൽ എനിക്ക് ശുശ്രൂഷയ്ക്ക് വരണം, അപ്പം എനിക്ക് പനി വരുന്നത് പോലെ ഉണ്ടെന്ന്. അപ്പം നമ്മൾ പറഞ്ഞു ശരി ചേച്ചി പോയിക്കോന്ന്. പോയി ബസ് കയറി വീട്ടിൽ പോയപ്പോൾ എനിക്ക് ഒന്നുമില്ല, എൻ്റെ പനിയില്ല, ഒരു അസുഖമില്ല, ഞാൻ കിടന്ന് ഉറങ്ങണം, പോയി കിടക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്, ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ശുശ്രൂഷയ്ക്ക് വന്ന് അതും കഴിഞ്ഞ് പിന്നെ വ്യാഴാഴ്ചയായി. അപ്പം ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്ന സമയത്ത് ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല.
ഞാൻ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് വന്നപ്പോഴും കാണാം എനിക്കിങ്ങനെ എന്തൊക്കെയോ അസ്വസ്ഥത. അപ്പോഴും തന്നെ ഇറങ്ങണം, പോകണം, വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു എൻ്റെ ഈശോ ഇത് എന്താണ്? അപ്പോൾ വീട്ടിലാണെങ്കിൽ ഇത് ഞാൻ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇങ്ങോട്ട് വരില്ലല്ലോ, ഇപ്പം എനിക്ക് എന്ത് പറ്റി? അപ്പോഴും ഞാൻ മനസ്സ് കരുതി ഇല്ല ഇത് മറ്റവൻ്റെ. അപ്പം ഞാൻ മനസ്സ് കരുതി ഈശോയെ, ഞാൻ തിരുമുഖമുണ്ട് അച്ഛൻ്റെ അവിടെ നമുക്ക് വെച്ചിരിക്കുന്ന തിരുമുഖത്ത് പോയി ആദ്യം വിശുദ്ധയുടെ പ്രജിത്ത പ്രാർത്ഥന പറഞ്ഞ് ഞാൻ കാഴ്ച വെച്ചിട്ട് ഞാൻ പ്രാർത്ഥന. ആ നിമിഷം എനിക്കൊരു അല്പം, ആ നിമിഷം, ആ സെക്കൻഡ് എനിക്ക് ശരീരം ഫ്രീ ആയി. പിന്നെ വന്നിട്ട് എപ്പോഴും ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്ത് അവിടെ കയറി ആ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്കിതിൽ മനസ്സിലാകേണ്ട, നമ്മൾ ആ പ്രാർത്ഥനയുള്ളത് നമ്മുടെ പൂർവികരായിട്ടുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോമാല ഉണ്ട്. അപ്പം ആ ഇതിനാണ് നമ്മളവിടെ പ്രാർത്ഥിച്ച് അവർക്ക് പരിഹാരം ചെയ്ത് വരുമ്പോഴാണ് നമുക്കത് വിടുതൽ കിട്ടിയത്. സ്നേഹമുള്ളവരെ, ഇപ്പം നമുക്ക് തന്നെ പറയാം, നമ്മൾ പാവം ചെയ്തോ ഇല്ല, എല്ലാവരും നമ്മൾ പാവികളാണ്. പക്ഷെ നമ്മുടെ പൂർവികർ, ഇവിടെ ഉടമ്പടി നമ്മുടെ അച്ഛൻ പറഞ്ഞ് എപ്പോഴും ശാഖ അതാണ് ആ വേര്. ആ ഇത് നോക്കുന്ന സമയത്ത് ഒരു കുടുംബം പോലും നമുക്ക് ഇന്ന് ആ ഉടമ്പടി ലംഘിച്ചിട്ടില്ലാത്ത കുടുംബങ്ങളില്ല. എൻ്റെ കുടുംബം ഇല്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് അച്ഛൻ ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്കങ്ങ് ഹൃദയം പൊട്ടുക എന്ന് പറഞ്ഞാൽ, ഈ ഉടമ്പടി ലംഘിച്ചെന്നെ കല്യാണം കഴിഞ്ഞ് 150, 100 പകനൊക്കെ കൊടുക്കുന്നു. അന്നേരമാണ് ഡൈവേഴ്സ്. ആ ആദ്യത്തെ ദിവസം തന്നെ വേണ്ടെന്ന് വയ്ക്കുന്നു. പിന്നെ മദ്യം, പിന്നെ കല്യാണം കഴിക്കുന്ന കുഞ്ഞുങ്ങളില്ല, മാനസിക രോഗം, പിന്നെ നല്ല ജോലിയുണ്ട്, ചെക്കന്മാർക്ക് പെണ്ണ് വേണ്ട. ഇങ്ങനെ ഓരോ അവസ്ഥയും കാണുമ്പം ഈ അച്ഛൻ പറയണത് പോലെ ഈ ഉടമ്പടി ലംഘിച്ച ഈ കുടുംബത്തിൽ ഈ അവസ്ഥ വരുന്ന സമയത്തൊക്കെ നമുക്ക് അത് തന്നെ ഓർമ്മ വരും. ഞാനപ്പം അച്ഛൻ ഇവിടെ ഓരോ വചനവും ചൊല്ലുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ചുറ്റുപാടാണ് നോക്കുന്നത്, നമുക്കുണ്ടോ എന്ന്. അപ്പോൾ സ്നേഹമുള്ളവരെ, അപ്പോൾ നമുക്ക് പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? അച്ഛൻ എപ്പോഴും പറയണ ഒരു കാര്യമാണ് പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാനും ഈ 3 മണിക്ക് ആദ്യം എന്താ പ്രാർത്ഥിച്ചാൽ, നമുക്ക് ഒരു കഷ്ടപ്പാട് വന്ന ഈശോ തന്നെ 17 അപ്പോസ്തലൻ 17:27 പറയുന്നില്ലേ, കഷ്ടപ്പാട് തരുന്നത് ദൈവത്തെ അനുഭവിക്കാനാണ്, അനുഭവത്തിൽ കൂടെ ദൈവത്തെ കണ്ടെത്താനാണ്, ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ദൈവത്തിൽ കണ്ടെത്താനാണ് ഒരു കഷ്ടപ്പാട് തരുന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം ഇങ്ങനെ എൻ്റെ മക്കൾക്ക് വന്ന ഒരു വേദന തീരാൻ വേണ്ടി, ആ ഒരു പീഡ മാറാൻ വേണ്ടിയാണ് 3 മണിക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. മെറ്റിലൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുമൊക്കെ ചെയ്യും. പക്ഷേ ദൈവം ആ 2004 കഴിഞ്ഞ് ഇന്ന് നോക്കുമ്പം എങ്ങനെ ദൈവം എന്നെ അത്ഭുതമായി നടത്തിക്കൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഈ വേദിയിൽ നിർത്തിയിരിക്കുന്നു. കാരണം ഞാൻ പഠിച്ചത് തമിഴാണ്, എനിക്ക് ഭാഷ മലയാളം അറിയില്ല. അങ്ങനെ ഒരു വ്യക്തിയെ ഈ വചനം, ആ വചനം എന്താ, നീ എൻ്റെ വചനം കേൾക്കുക, അതനുസരിച്ച് ജീവിക്കുക. അപ്പോൾ നിൻ്റെ പറയുക, നിൻ്റെ ആരോഗ്യം, നിൻ്റെ സമ്പത്ത്, നിൻ്റെ ജോലി, വായ്പ വാങ്ങാൻ ഇടവരുത്തില്ല, കൊടുക്കാനേ തരുള്ളൂ, നീ അവിടെ ഒരു അനുഗ്രഹമാകും, നിൻ്റെ മക്കളായിരിക്കും, നിൻ്റെ ജീവിതം, എല്ലാ കാര്യവും തന്നിട്ട് നീ എൻ്റെ വീട്ടിൽ വന്ന് നോക്കാൻ അറിയാം, ഞാനല്ല, എൻ്റെ ജീവിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ ദൈവം ഇങ്ങനെ നടത്തിയാലും ഞാനിപ്പം ചില സമയത്ത് ഈശോയോട് ചോദിക്കാറുണ്ട്, ഈശോയെ എല്ലാം നീ തരുന്നുണ്ട്, എല്ലാ കാര്യവും നടത്തുന്നു, പക്ഷെ ഞാൻ ചോദിക്കണത് എന്താ നീ തരുന്നില്ല, എനിക്ക് 2 കാര്യങ്ങളുണ്ടല്ലോ, അത് എനിക്ക് കിട്ടാത്തത് എന്താണെന്ന്. അപ്പം ഞാൻ ഇപ്പം യേശുവിൻ്റെ വചനം കേൾക്കണം, അതനുസരിച്ച് ജീവിക്കണം. അതിലാണ് ആദ്യം നോക്കിയത്. ഇത് നമ്മൾ TV കഴി ആദ്യം നമ്മൾ കണ്ടത് എന്താണ്, ഒരു 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കണം, ഡെയിലി കുർബാന സ്വീകരിക്കണം, നമ്മൾ ആദ്യം ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കണം, അപ്പോഴാണ് നമുക്ക് ദൈവം ഇതൊക്കെ തരുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ 5 മണിക്ക് ഞാൻ എണീറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയം മക്കൾക്കുള്ള ആ വിടുതൽ ശുശ്രൂഷ ഒരു 2000 വചനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്, ഡയറിയിൽ എഴുതി വെച്ചതും. ഇപ്പം പക്ഷേ ഒരു 10-60 ഡെലിവറൻസ് വചനമാണ്. നിന്നോട് പോരാടും, ഞാൻ പോരാടും, നിൻ്റെ മക്കളെ ഞാൻ രക്ഷിക്കും, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കും, നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിച്ചിരിക്കുന്നു, നിന്നെ നിക്ഷേപിച്ച ആത്മാവ്, നിൻ്റെ അതരത്തിലുള്ള വരം, നിൻ്റെ മക്കൾ. അന്ന് നമുക്കറിയില്ല ഈ വചനം എന്താ, ആത്മാവെന്ന്. ഇങ്ങനെ ഒരു 10-60 വചനം അന്ന് തന്നിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കും, നമുക്ക് വചനം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ പ്രഭാതത്തിൽ ഒരു വചനം നമുക്ക് കിട്ടി. എന്താണ്? ജ്ഞാനം 16:27-28. അഗ്നി നശിക്കാത്തത് അരുണയത്തിൽ ഉദികെ മനുഷ്യ സൂര്യ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കും, പ്രാർത്ഥിക്കാൻ വേണമെന്ന്. അപ്പം പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ 5 മണിക്ക് എന്തായാലും എല്ലാ വീട്ടിലും എണീറ്റ് ചായയിടലും ഓരോ പണിക്കലും. ഇന്ന് ആരും എണീക്കുമ്പോൾ തന്നെ 8-9 മണിയാകും പാൽക്കാരൻ വന്ന് പാല് ഊറ്റി വെച്ചുകൊണ്ട് പോണ അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇന്ന് ആരാ എണീക്കണം? ഈ പ്രഭാതത്തിൽ കുട്ടികൾ സ്കൂളിൽ പോകണമെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ എണീക്കുള്ളൂ. അപ്പോൾ ഇത് ഒരു വിஞ்ഞാപൻ, നമ്മുടെ ഇതിൽ കാണുന്നത് ഒരു വിஞ்ഞാപനാണ്. ദൈവത്തിൻ്റെ വേറെ എവിടെയെങ്കിലും വിജ്ഞാപനമായിട്ട് നമ്മൾ കണ്ടു, ഇത് ഓർഡറാണ്, ഇതെല്ലാവരും ചെയ്തിരിക്കണം. അപ്പം ഞാൻ അങ്ങനെ ഇതെടുത്ത് 3 മണിക്ക് അതുകൊണ്ട് എണിക്കാൻ തുടങ്ങി. നമുക്ക് ആ വചനം നോക്കണമല്ലോ, അങ്ങനെ വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പിന്നെ
അപ്പം ഇതിൽ ഈ രണ്ട് കാര്യവും ദൈവം ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ ലാഭം 2:18 അത് വായിക്കുന്നുണ്ട്. എന്താ? സിയോൻ പുത്രിയെ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക, നിന്റെ രാത്രി യാമങ്ങൾ നിലവിളിക്കുക, നിൻ്റെ മക്കൾ നാൽക്കാവലിൽ പട്ടിണി കിടക്കുന്ന മരിക്കുന്നത് കാണില്ലേ. ഈ വചനം കേൾക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകും. ഇന്ന് ലോകത്തുള്ള ഈ യുവതിവാക്കൾ, എത്ര വയസ്സ് പോലും ആകാത്ത കുട്ടികൾ ഓരോന്ന് കാണിക്കുന്നത് മദ്യത്തിന് മയക്കുമരുന്നിന് പോകുന്ന ഈ യൂട്യൂബിൽ നോക്കുമ്പോൾ നമുക്ക് കരഞ്ഞു പോകും ആ ഓരോ അവസ്ഥയും കാണാം. അപ്പം ഞാൻ ഓർക്കും, ഈശോയെ ഇത് എന്താ ഈ ലോകം എന്താ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ. അപ്പോഴും ഇതൊക്കെ നമ്മൾ എന്താ ഈശോ പറയണത്? 2 ദിനവൃത്താന്തം 7:13 ഒരു വചനമുണ്ട്. സ്നേഹമുള്ള കൊറോണ വന്നപ്പോൾ ഇത് എൻ്റെ ഒരു സഹോദരിയോട് പറഞ്ഞപ്പോൾ, നീ എനിക്ക് വല്ല ഭ്രാന്തുണ്ടോ? അപ്പോൾ ഇതിൽ എന്താ പറയണത്? എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന പറഞ്ഞത്. എൻ്റെ നാമം എല്ലാവരോടും പറയുന്നില്ല, എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം. അപ്പം ഈശോ ആഗ്രഹിക്കുന്ന ഇതാ, ദൈവം തിരഞ്ഞെടുത്ത ജനമാണ് നമ്മളാണ് ദൈവം തിരഞ്ഞെടുത്ത ഓരോ മാമോദീസ മുങ്ങിയ മക്കളും ദൈവത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി. ഈ ബൈബിൾ ഫുള്ളും പറയണത് കരുണയാണ്, ദൈവത്തിൻ്റെ കാരുണ്യത്തെ പറ്റിയാണ് പറയണത്. വേറെ ഒന്നും ചോദിക്കണ്ട, കരുണ. ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ലോകത്തെ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. ഈശോ പറയുന്നില്ലേ, സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവത്തോട് മല്ലിട്ട് നിൽക്കുക നമ്മുടെ ലോകത്തെ വിഴുങ്ങാൻ വേണ്ടിയിട്ട്. അവർ കാത്തു നിൽക്കുന്നെന്നാണ് പറയുന്നത്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു 6:24 പറയും. ഞാൻ 6:24 പറയുന്നുണ്ട്, ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ലോകം രക്ഷപ്രാപിക്കും. ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ലോകം രക്ഷപ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ജ്ഞാനി എന്ന് പറയുന്നത് നമ്മൾ 6:14 വായിക്കുന്ന, വചനത്തോട് അഭിലാഷം കാണിക്കുന്നവനാണ് ജ്ഞാനം ലഭിക്കുക. അപ്പം നമ്മൾ ഈ ജ്ഞാനമാണ്, വചനം ഇഷ്ടത്തിന് നമ്മൾ ഭക്ഷിക്കണം. വചനം കിട്ടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്, നമുക്ക് ആ ഒരു ഭാരം തന്നെ പോകും. ഇപ്പം നേരത്തെ പാട്ട് പാടിയില്ലേ, ഞാൻ രീതിയിൽ വീഴുന്നാലും എനിക്കൊരു പേടിയില്ല. ഞാൻ എന്തിനു പേടിക്കുന്നത്? ദൈവം അറിയാതെ നമ്മൾക്കൊന്നും സംഭവിക്കില്ല. ആ ഒരു അവസ്ഥ വരണമെങ്കിൽ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ, അതാണ് ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ലോകം രക്ഷ പ്രാപിക്കും. വചനത്തോട് അഭിലാഷം കാണിക്കുന്നവന് ജ്ഞാനം ലഭിക്കും. അപ്പം ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. അപ്പം ഈ ഒരു പ്രമാണ ലംഘനം വഴി നമ്മുടെ കുടുംബത്തിൽ വന്ന ആ ഒരു ഇത് നമ്മൾ വീണ്ടെടുക്കണമെങ്കിൽ നമ്മൾ 3 മണിക്ക് അതെന്ത് പരിഹാരം ചെയ്ത് തന്നെ പ്രാർത്ഥിക്കണം. കാരണം അവർ മരിച്ചവർ പോയി. ഇപ്പം അവർ ഉണ്ടാക്കി വെച്ച സ്വത്തൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പാപം ആരുടെ ഏറ്റെടുക്കുക? നമ്മളല്ലേ. ചിലവർക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല. സ്നേഹമുള്ളവരെ, എൻ്റെ ഒരു സാക്ഷി എന്തെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ആങ്ങളെ ആക്സിഡൻറ്റ് മരിച്ചു പോയിട്ട് അത് മദ്യപാനം ഉണ്ടായിരുന്നു. മദ്യപാനം മാത്രമല്ല, ഞങ്ങളുടെ നിങ്ങൾക്ക് അറിയാം, ദൈവസഹായം അങ്ങ് ആ പള്ളിക്ക് പോകുന്ന സമയത്ത് ഒരു തിരുത്തപുരം എന്നൊരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആ വലിയ സ്കൂളാണ്. ആ സ്കൂള് ഞങ്ങളുടെ വീട് അടുത്താണ്. അപ്പോൾ അതിൻ്റെ കോമ്പൗണ്ടിൽ മറ്റുള്ളവരൊക്കെ കളിക്കാൻ വരും. അത് അന്നൊക്കെ ഓടിട്ട വീട് അവനൊക്കെ കിട്ടിയതും. ആ വരുന്ന സമയത്ത് ഇവർ ബാറ്റടിച്ച് വിടുന്നതെല്ലാം ഈ വീട്ടിലായിരുന്നു. വീട് ആ ഓട് പൊട്ടി മഴ സമയം അവർക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവൻ ഈ കുട്ടികളെയും കൊണ്ട്, 2 കുട്ടികളുണ്ടെന്ന്, കുട്ടികളെയും കൊണ്ട് അച്ഛൻ്റെ അടുത്ത് വഴക്കൂടാൻ പോകും. ഒന്ന് ആ പള്ളിയുടെ അച്ഛൻ്റെ അടുത്ത് വഴക്കൂടാൻ പോകും. മാനേജ്മെൻറ്റ് സ്കൂളിലുള്ള പള്ളിയുടെ വകയാണ്. അച്ഛൻ ഇനിയിപ്പോൾ വഴക്ക് കൂടി. അപ്പോൾ ഇതൊക്കെ ഞാൻ പോകുമ്പോൾ അറിയാം, ഞാൻ പറയും നീ വഴക്ക് കൂടരുതെന്ന് പറഞ്ഞാൽ അവരൊന്നും കേൾക്കുമെന്നില്ല. അങ്ങനെ ആക്സിഡൻ്റായിട്ട് തിരുവനന്തപുരത്തിൽ അവൻ പിന്നെ മെഡിക്കൽ കോളേജിലായിരുന്നു. അത് കണ്ടിട്ട് പിറ്റേ ദിവസം ഒരു ശനിയാഴ്ചയായിരുന്നു തോന്നുന്നത്. ഞാൻ രാവിലെ കുർബാനയ്ക്ക് പോയിട്ട് ഒരു 10 മിനിറ്റ് നടക്കണം കുർബാനയ്ക്ക്. അന്ന് ഇവനക്ക് വേണ്ടി കുർബാനയും കൊടുത്ത്, അന്ന് ഈ പിള്ളേർ ഈ ആൾത്താര പാലന്മാരായതുകൊണ്ട് ഈ കുട്ടികളുടെ അപ്പനെന്ന് പറഞ്ഞ് അവൻ്റെ പേരും വെച്ച് കുർബാനയൊക്കെ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സീനായി പോകുമ്പോൾ അറിയാം, അവിടെ നമ്മുടെ അച്ഛന്മാരെയോ അല്ലെങ്കിൽ സിസ്റ്റർമാരെയോ നമ്മൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാൽക്കൽ വീണ് നമ്മൾ മാപ്പ് ചോദിക്കണം. അപ്പം ഞാൻ അവരോടൊക്കെ ഇവനക്ക് വേണ്ടിയിട്ടൊക്കെ മാപ്പ് ചോദിക്കാറുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് ഞാൻ അച്ഛനോട് മാപ്പ് ചോദിച്ചു, അച്ഛാ പിന്നെ അവൻ കുടിച്ചിട്ട് ചെയ്തതല്ലേ, മാപ്പ് കൊടുക്കണം അച്ഛാ, അവൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. പറഞ്ഞു അത് സാരമില്ല, ഞാൻ അത് കുടിച്ചിട്ടല്ലേ, അവൻ സ്വന്തമായിട്ട് ചെയ്തല്ലേ. സ്നേഹമുള്ളവരെ, അത് ഒരു 10 മിനിറ്റ് ഉണ്ട്. ഞാൻ അത് പറഞ്ഞ് 10 മിനിറ്റ് നടന്ന് വീട്ടിലെത്തുമ്പോൾ മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നും ഇവനക്ക് വേണ്ടി ഞാൻ ഉള്ള കൗൺസിലോടൊക്കെ ചോദിക്കും, ഇവൻ നരകത്ത് പോയോ, ഇവന് സ്വർഗത്ത് പോയോ, എനിക്കിതൊരു വിഷമമായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് എന്ന് ഈ ഒരു മാസം ഞങ്ങളുടെ ലാറ്റിൻ ഇതാണ്. അപ്പം കുർബാനയ്ക്ക് 100 രൂപ കൊടുത്ത് അവർ കുർബാന ചൊല്ലും. പിന്നെ നമ്മുടെ സീറോ മലബാർ അവിടെയാണെങ്കിൽ അവിടുത്തെ ചന്ദ്രനാർ പള്ളിയിൽ എന്നും ആഴ്ചയ്ക്ക് 1-2 പ്രാവശ്യം മരിച്ചവരുടെ കുർബാന ഉണ്ടാകും. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ സമർപ്പിക്കും. അപ്പം കൊടുത്തിട്ട് ശുദ്ധീകരണം എല്ലാ ആത്മാക്കൾക്കും കൊടുക്കും. ഇവൻ നരകത്ത് പോയി സ്വർഗത്ത് പോയെന്ന് അറിയില്ല. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇവിടെ 30-ാം ദിവസം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കൗൺസിലിംഗ് സിസ്റ്റേഴ്സ് വന്നു. അപ്പോൾ അവർ വന്ന ഉടനെ എന്നോട് ചോദിച്ചു, ഈശോ ചോദിക്കുന്ന ശുദ്ധീകരണ ആത്മാക്കൾക്ക് നിങ്ങൾ കുർബാനയും കൊടുക്കും. ഞാൻ പറഞ്ഞ ആ
കൊടുക്കുമായിരുന്നു സിസ്റ്റർ എന്ന് പറഞ്ഞു. അതാണ് നിങ്ങളുടെ ഭർത്താവിന് നല്ല മരണം കിട്ടിയെന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അത് കഴിഞ്ഞ് പറഞ്ഞ് നിങ്ങളുടെ ഒരു സഹോദരനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വേദന ഉണ്ടല്ലോ, അപ്പം ഈശോ വേദനിക്കേണ്ടെന്ന്. പ്രൈസ് ദ ലോർഡ്. എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന ആ 100 രൂപയുടെ വില. അപ്പം എത്ര നമ്മുടെ പൂർവിക ആത്മാക്കൾ ആണ് ഇന്ന് അവർ ശുദ്ധീകരണത്തിൽ കിടക്കുന്നുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ. എനിക്കറിയാം എൻ്റെ പിതാക്കന്മാർ അവർ ഈ ഉടമ്പടിയിൽ ഒരു ഉടമ്പടി കൊണ്ടും ദൈവത്തിൻ്റെ ഉടമ്പടി നന്നായിട്ട് പാലിച്ചിട്ട് എല്ലാം ധിക്കരിച്ചു കഴിഞ്ഞാൽ ഉടമ്പടി പാലിക്കാത്തതാണ് നമുക്കറിയാം. ഞാൻ എൻ്റെ അമ്മയുടെ മരിപ്പിനുമുണ്ട്. അമ്മ ഒരു കൊല്ലം നടന്നുകൊണ്ട് തന്നെ കിടപ്പായില്ല. എന്നാലും മരിക്കുന്ന ഡിസംബർ, ഇപ്പം 1 കൊല്ലം കഴിഞ്ഞ ഡിസംബർ 11-ാം തീയതിക്ക് 2 ദിവസം മുമ്പ് വാട്സപ്പിൽ നമ്മുടെ സംസാരിച്ചു. കിടന്നുകൊണ്ട് 2 ദിവസമേ കിടന്നിട്ടുള്ളൂ. മകളെ നീ എന്നാ വരിക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ 23-ാം തീയതി ക്രിസ്മസ് വരുന്നുണ്ട്, അപ്പോഴും വന്നാൽ മതി. വന്നാൽ മതി. എന്തെങ്കിലും കൊണ്ടുവരണം അമ്മയെന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാനിവിടെ 2 ആഴ്ച അമ്മയുടെ അടുത്ത് പോയി നിന്നപ്പോഴും ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അമ്മയെ ഈശോ അയ്യോ എന്ന് പറയാം. ഞാൻ പറഞ്ഞു അമ്മ അയ്യോ എന്ന് പറയണ്ട, ഇനിയെങ്കിലും ഈശോ എന്ന് പറയും. ഒരു കൊന്ത ഇട്ടാൽ ഇടില്ല. എനിക്കറിയാം അമ്മയുടെ തിന്മയുടെ ശക്തി നമുക്കറിയുന്നുണ്ട്, എന്നാലും അമ്മ അത് ചെയ്യുകയില്ല. അവസാനം ഞാൻ ഒരു ടോക്കിൽ ഇങ്ങനെ കേട്ടു, നമ്മൾ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും അവരുടെ പാവങ്ങൾക്ക് വേണ്ടി നമ്മൾ കുമ്പസരിച്ചാൽ അത് ഒരു നല്ലതാണെന്ന് പറഞ്ഞു. ഞാനപ്പം ഈ അമ്മയുടെയൊക്കെ ഇതൊക്കെ നമുക്കറിയാമല്ലോ, ഒന്ന് വായെടുത്താൽ തെറി പറയും, പള്ളിക്ക് പോയില്ല കുർമ്മ, ഇതൊക്കെ അറിയാമല്ലോ. ഇത് മക്കളെ വളർത്തേണ്ട വേവലാതിയാണ്. കാരണം അന്ന് 5 മക്കളാണ് ഉള്ളത്. പക്ഷേ നമുക്ക് വേറെ സമ്പാദ്യം ഇല്ല. ഇവരുടെ അധ്വാനമാണ് നമ്മുടെ വീട്ടിലേക്ക് മക്കളെ വളർന്നത്. അപ്പോൾ അവരെ പറഞ്ഞിട്ടും കാര്യമല്ല, പിള്ളേർക്ക് 3 നേരത്തെ 2 നേരം തിന്നാൻ കൊടുക്കണമല്ലോ എന്ന് അവർ ഓടുന്നു. അപ്പോൾ ഇത് ഞാൻ അവരെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് കുമ്പസരിച്ചിട്ടൊക്കെ വന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ കിടന്നില്ല കേട്ടോ, നല്ല ഒരു മരണം കിട്ടി, കിടന്നില്ല. പക്ഷെ അതൊന്നും സ്വർഗത്തുകൊന്നും പെട്ടെന്ന് പോവില്ല, നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ അപ്പം അവരുടെക്കൊക്കെ നമ്മൾ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ആ ഒരു ഉൾക്കാഴ്ച നമുക്ക് കിട്ടി. ഇവിടെ അച്ഛൻ ഈ പ്രമാണ ലംഘനത്തെ പറ്റി എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കാഴ്ച കിട്ടി. അപ്പം എനിക്ക് തന്നെ മുമ്പ് ഈ ഓരോ വചനം കേൾക്കുന്ന സമയത്ത് എനിക്ക് പൂർവിക യോസഫിൻ്റെ കഥയാണ് ഓർമ്മ വരിക. ഈ പൂർവിക യോസഫിനെ മുമ്പ് തന്നെ ദൈവം കണ്ട് പൊട്ടക്കിണറ്റിലിട്ടും ജയിലിലും കൊണ്ടുപോയി അവനെ ഇത്രയും ഉയർത്തി തൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള ആ ബോധ്യം കിട്ടുമ്പോൾ ഞാൻ മനസ്സിൽ കരുതുന്നു, ഈശോയെ എന്നെ ഈ തമിഴ്നാട്ടിൽ ജനിച്ച ഒരു പൊട്ടത്തിയെ ഇത്രയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും വചനം തന്ന് മലയാളം പഠിപ്പിച്ച് എന്നെ ഇത്രയും ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നിൻ്റെ ഒരു കളിയില്ലേ, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കല്ലേ. അങ്ങനെ ഒരു ദിവസം വചനം എടുത്ത സമയത്ത് എസെക്കിയേൽ 22:30 ഒരു വചനം കിട്ടി. എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്? ഈ കോട്ടയുടെ വിള്ളൽ അടയ്ക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നിൽക്കും. അപ്പം ഞാൻ യെസ് ലോർഡ്, ഞാൻ അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാം. ഈശോ 17-ാം യോഹന്നാൻ 17 പ്രാർത്ഥിക്കുന്നുണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി. അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവരെ ഈ ലോകത്തു നിന്ന് എടുക്കാനല്ല, ദുഷ്ടന്മാരെ പിടിയിൽ നിന്നും വിടുവിക്കണേ. ഈ വചനം വെച്ച് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ എന്തെങ്കിലും വചനം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വചനം കൂടുമ്പോൾ ഈശോയെ അല്ലെങ്കിൽ നമ്മൾ കുമ്പസരിക്കുമ്പോഴോ ഇതിന് നമ്മൾ ഉപവാസം എടുക്കുമ്പോഴൊക്കെ ഞാൻ പറയും, അവർ എൻ്റെ കുടുംബത്തിലുള്ള ഒരു സത്യത്താൽ വിശുദ്ധീകർ വരുന്നില്ല, മക്കൾ വരുന്നില്ല, വിളിച്ചിട്ട് വരുന്നില്ല, എൻ്റെ മക്കൾ പോലും വരുന്നില്ല. അപ്പം ഈശോ യെരമ്യാ 30:21 പറയും, ഞാൻ അനുവദിക്കുന്ന സമയത്തെ അവർ വരുള്ളൂ. ഞാൻ ഇപ്പോഴും ചോദിക്കാം, എനിക്ക് വേറെ ഒന്നും ഇപ്പം മക്കൾക്ക് വേറെ കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവെ കുടുംബത്തെ വിശുദ്ധീകരിക്കണം. കാരണം തലമുറയുടെ ഇതാ നശിച്ചു പോകാൻ പോയാണ്, നമ്മളോട് പോകും, ഇനി അടുത്ത് വാരിസൊന്നും ഇല്ലാതെ വരും. അപ്പം ഈ പാവം ഇനി നമ്മുടെ മക്കളിലേക്ക് വരും. 2 പേരക്കുട്ടികൾ പെൺകുട്ടികളാണ്. ഇത് എനിക്ക് ഓർത്തിട്ട് ഭയങ്കര ടെൻഷനാണ്. അപ്പം ഞാൻ പറയും, ഈശോയെ അവരെ വേറെ ഒന്നും വേണ്ട, അവർ വിശുദ്ധീകരിച്ചാൽ മതി, ഇവിടെ വന്ന് ആലയത്തിൽ വന്ന് വിശുദ്ധീകരിച്ചാൽ മതി. ഇതാണ് എനിക്ക് എൻ്റെ നിയമം. പ്രൈസ് ദി ലോർഡ്. വേറെ ഒന്നും ചോദിക്കുന്നില്ല. പക്ഷേ ഈശോ അന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, യെശയ്യാ 59:21, നിന്നിൽ നിക്ഷേപിച്ച ആത്മാവും നിന്റെ അതരത്തിൽ വെച്ച വചനവും നിന്റെ സന്തതിയോ അവരെ സന്തതികളിൽ നിന്ന് ഞാൻ എടുത്തു കളയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഓർമ്മ ഉണ്ട്. എന്നാലും പ്രാവ് ആകർഷിക്കാതെ ആർക്കും വരാൻ പറ്റില്ല. ആ വചനങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ എന്തോ ഒരു തടസ്സമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെ ഞാൻ ഈ 3 മണി പ്രാർത്ഥനയ്ക്ക് കുറച്ചൊക്കെ ഉറങ്ങി പോകുമ്പോൾ ഉടനെ എനിക്കൊരു വചനം നമുക്ക് വരും. യെശയ്യാ 62:6, നിൻ്റെ മതിലിൽ എൻ്റെ ദൂതന്മാരെ ഞാൻ കാവൽ നിർത്തിയിരിക്കുന്നു, അവർ നിശബ്ദരായിരിക്കയില്ല, അവരെ പറ്റി ഉണർത്തുന്നത് വരെ നീ വിശ്രമിക്കരുത്. അപ്പം ഈ ഒരു വചനം വന്നാൽ നമുക്ക് പിന്നെ ആ പ്രാർത്ഥന നിർത്താൻ പറ്റില്ല. നമുക്ക് കിട്ടിയില്ലല്ലോ, ഈ 2 ഇനി ഉണ്ടല്ലോ, നമ്മുടെ നിയോഗം സാധിച്ചു കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥന നിർത്താൻ പറ്റില്ല. അപ്പം നമ്മൾ വീണ്ടും അത് പ്രാർത്ഥിക്കുക. രാവിലെ എണീറ്റ് വീണ്ടും പ്രാർത്ഥിക്കുക. ഈശോ സങ്കീർത്തനം 140:1 പറയുന്ന പോലെ, നിൻ്റെ ശത്രുവിനെ നിന്റെ പാദപീഠത്തിലാക്കുവോളം നീ എൻ്റെ വലതുവശത്ത് ഇരിക്കുക. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഇതിലാണ് നമ്മൾ ഈശോ. അപ്പം നമ്മൾ 2 കൊരിന്ത്യർ 5:15 പറയുന്നത്, ഇനി ഈശോയെ
ഞാൻ എനിക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടിയിട്ടാണ്, ഇനി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ നിങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്ത ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇപ്പം നമുക്കറിയാം സങ്കീർത്തനം, ഞാൻ അതുകൊണ്ട് ഒരു വചനം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. സങ്കീർത്തനം 119:67 കഷ്ടതപ്പെടുക്കുമ്പോൾ ഞാൻ പാവിയായിരുന്നു, ഇപ്പോൾ അങ്ങയുടെ കൽപ്പന അനുസരിക്കുന്നു. ഇപ്പം നമുക്ക് ബോധം, നന്ന അറിവില്ലായ്മ ഈശോ പറഞ്ഞില്ല കർത്താവിൽ കൂടെ ആയിരിക്കുന്നു പുതിയ സൃഷ്ടിയാണ്, അറിവില്ലായ്മ ചെയ്ത പാവങ്ങൾ സ്വീകരിക്കണം. പക്ഷെ ഞാൻ ഇതിങ്ങനെ പ്രാർത്ഥിച്ചാലും പിന്നെ എന്തിനാ നമ്മുടെ ഇതിൽ തടസ്സം മാറുന്നില്ല? ആ ഒരു ചോദ്യത്തിനാണ് ഇപ്പം നമ്മുടെ ഈ ഉടമ്പടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ മക്കൾക്ക് തടസ്സം വരുന്നുണ്ട്, നമുക്കത് ഊഹിക്കാൻ കഴിഞ്ഞു. അപ്പം ഇനി അതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. പൂർവികരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ നമ്മൾ സങ്കീർത്തനം 19:13 പറഞ്ഞ, അറിയാതെ ചെയ്ത പാവങ്ങൾ ക്ഷമിക്കണമേ, ബോധത്തോടു കൂടി ചെയ്ത പാവങ്ങൾ എന്നെ കാത്തുകൊള്ളണമേ, അത് ഞങ്ങളിൽ ആധിപത്യം ചെലുത്താതിരിക്കട്ടെ. ഇതൊക്കെ നമ്മൾ അറിവുള്ള സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പ്രാർത്ഥന മാറ്റി ഈശോ തന്നെ യോഹന്നാൻ 18:14 പറയുന്നുണ്ടല്ലേ, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോന്ന്. അപ്പം അവരെന്ത് പറഞ്ഞു? ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം എന്താ പറഞ്ഞ്? വലതുവശത്ത് വലയിടുക എന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പം എന്താ ഈ ഉടമ്പടി ഇത് കേട്ടപ്പോൾ ഞാൻ എന്താ പറഞ്ഞു? ഈശോ ഇനി ഞാൻ എൻ്റെ പ്രാർത്ഥന മാറ്റി. ഇനി എനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, ഇനി ഞാൻ ഇടത്തോട്ട് വലയിടാൻ പോണേ. എൻ്റെ പൂർവികർക്ക് മാത്രം വേണ്ടി ഇനി പ്രാർത്ഥിക്കുകയുള്ളൂ, കരുണയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയുള്ളൂ, ഈ ലോകത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയുള്ളൂ. അതിന് എന്താന്ന് പറഞ്ഞാൽ ഈ ലോകം ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈശോ അതാണ് ആഗ്രഹിക്കുന്ന, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഇവിടെ വന്ന് പണ്ടൊരു അനിൽ ജോർജ് ബ്രദർ വന്ന് ഇവിടെ ക്ലാസ് എടുത്തു പ്രാർത്ഥനയെ പറ്റി. ആ സമയം പ്രാർത്ഥന എപ്പോഴും പറയും ഒരു പവർ ഹൗസാണ്, ഇത് പവർ ഹൗസാണെന്ന്. ഞാൻ എന്നും ആഗ്രഹിക്കും. ഈശോയെ 1 തിമോഥെയോസ് 2:4 പറയുന്നുണ്ട്, എല്ലാവരും സത്യം അറിയണം, എല്ലാവരും രക്ഷ പ്രാപിക്കണം. കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. ഈ ചെറിയൊരു ഒരുവൻ പോലും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല, സ്വർഗ്ഗസ്ഥനായ പിതാവിന് ഇഷ്ടമില്ല. മത്തായി 18:14. ഈ വചനം വെച്ച് നമ്മൾ എല്ലാവരും സത്യം അറിയണം, എല്ലാവരും രക്ഷ പ്രാപിക്കണം. അതാണ് ദൈവത്തിൻ്റെ ഗത. അപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് ഞാൻ അപ്പോഴും മനസ്സിൽ കരുതും, ദൈവമേ 24 മണിക്കൂറും എനിക്കിവിടെ ഇരുന്ന് ആ കരുണയുടെ ചാപ്പലിൽ ആ മുഖം എടുത്ത് വെച്ച്, ഈശോയുടെ തിരുമുഖം എടുത്ത് വെച്ച് കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ കിട്ടിയെങ്കിലോ എന്ന് ഞാൻ എപ്പോഴും ഈശോയോട് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് വീട്ടിൽ സാഹചര്യം ഇല്ല, കുഞ്ഞു കുട്ടികൾ, നമുക്ക് അവരെയും വിട്ടിട്ട് വരാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഇങ്ങനെ മനസ്സിൽ കരുതി, ഈശോ എനിക്ക് വരണം, എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, നിൻ്റെ കൂടെ ഇരിക്കണം, ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ അച്ഛൻ പറയുമ്പോൾ ഈശോയുടെ കൂടെ ഇരിക്കുമ്പോഴും തന്നെ നമുക്ക് കൃപ കിട്ടുമല്ലോ. ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എല്ലാം നോക്കിയാൽ പറഞ്ഞില്ല, ആദ്യം അവിടുത്തെ രാജ്യം അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം. ആ വചനം നമ്മൾ പറഞ്ഞു. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, എല്ലാത്തിനും പ്രാർത്ഥിക്കണം. ന്യായാധിപന്മാർക്കും ഭരണാധികാരികൾക്കും എല്ലാം പ്രാർത്ഥിക്കണം. പിന്നെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഇത് ദാനിയേൽ പ്രവാചകൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന സമയത്ത് അവസാന കാലം ആരാ വരുന്നത്? മിഖായേൽ മാലാഖ വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു വചനം നമ്മൾ കാണാറുണ്ട്. എന്തിനാണ് അത്? ഈ ബലി അർപ്പിക്കാതെ 1200 എത്രയോ ദിവസം വരുമ്പം ലോകം യുവാന്ത്യം ഈശോ വരുന്ന പറയണം. അപ്പം ഇവിടെ എന്നും ബലി അർപ്പിച്ചുകൊണ്ട് ഇരിക്കണം. ആ ഒരു ഇതിന് നമുക്ക് വൈദ്യർ വേണം. അപ്പം വൈദ്യർക്കും തിരുസഭ അധികാരികൾക്കും മറ്റേ സന്യസ്തർക്കും വേണ്ടി നമ്മൾ ശരിക്കും പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കേണ്ട ഒരു കാലമായിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, പിന്നെ ഇനിയിപ്പം പറയണം, ഞാൻ ഈ പൂർവികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വചനം വയ്ക്കും, മരിച്ചു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ഇത് പറയാം, ജെറേമിയ 5:4 പറയുന്നുണ്ട്, കർത്താവെ അവർ പാവങ്ങളാണ്, അവർക്ക് നിയമങ്ങൾ അറിയില്ല, അവർ ബുദ്ധിയില്ലാത്തവരാണെന്ന്. ഇത് നമുക്ക് മനസ്സിലാകാം. അന്നുള്ള അമ്മമാർക്ക് വചനം അറിയില്ല, വചന പ്രഘോഷണം അറിയില്ല. എന്നാൽ പിന്നെ ഈ കൊന്തയും പിടിച്ച് നടന്നവരൊക്കെ വിശുദ്ധ. എൻ്റെ ഒരു അമ്മയുടെ അമ്മ ഉണ്ട്, അവർ ശരിക്കും ഒരു വിശുദ്ധയാണ്. ഇന്നും എല്ലാവരും പറയും അതൊരു വിശുദ്ധയാണെന്ന് പറയും. കാലുസുഖം ഇല്ല, എന്നാലും എല്ലാ ഞായറാഴ്ചയും ആകുന്നതൊക്കെ പള്ളിക്ക് പോകും, ജോമാല ചെല്ലാന്ന്. അവർക്ക് അപ്പോൾ ഇതൊന്നും അറിയില്ല, അവർ ദേഷ്യപ്പെട്ടിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല, കൊന്തമൊന്നും അറിയില്ല. അപ്പം അവരൊക്കെ ഒരു വിശുദ്ധയായിട്ടുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇന്ന് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് അമ്മയുടെ ഗുണം കൊണ്ടല്ല, അമ്മാമ്മയുടെ ഗുണം കൊണ്ടാണെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെ പറയും, എന്താ ജെറേമിയ 5:4, അവർ പാവങ്ങളാണ്, അവർക്ക് നിയമങ്ങളില്ല, അവർക്ക് ബുദ്ധിയില്ല, അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചത്. ജ്ഞാനം 15:2 പറയുന്നുണ്ട്, എന്നാൽ അങ്ങയുടെ ജനതയാണ്, അങ്ങയുടെ മക്കളാണ്, അപ്പോൾ അവരുടെ മേൽ കരുണ തോന്നണേന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, ഇനി നമ്മൾ ഇത് വിലാപം 1:5 പറയുന്നുണ്ട്, ഈ ഉടമ്പടി ലംഘിച്ചാൽ നമ്മുടെ മക്കളെ ദൈവം പിടിച്ചുകൊണ്ട്. ഒരു വിലാപം 1:5 പറയുന്നത്, ശത്രു വന്ന് നിൻ്റെ മക്കളെ
പിടിച്ചു കൊണ്ടുപോകുന്ന പ്രത്യേകം ദൈവവചനം പറയുന്നുണ്ട്. അതിനെങ്ങനെ നമ്മൾ ഈ പ്രാർത്ഥിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, എനിക്ക് ആ ഡെലിവറൻസിൽ മക്കൾക്ക് വേണ്ടി കിട്ടിയ പ്രാർത്ഥനയാണ്, കരച്ചിൽ നിർത്തു, കണ്ണീർ തുടയ്ക്ക്, നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിച്ചിരിക്കുന്നു, ശത്രുക്കൾ ദേശത്ത് അവരെ ഞാൻ തിരികെ കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ശത്രു പിടിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ മഹത്വത്തോട് ഞാൻ ബാറൂക്ക് 5:6 പറയുന്നുണ്ട്, മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ അവരെ ഞാൻ തിരിച്ചു കൊണ്ടുവരണം. അതാണ് ഒരു സമാധാനം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിച്ച് നമ്മുടെ ദൈവത്തിന് വേണ്ടി നമ്മൾ സമയം കളയുമ്പോൾ ദൈവം നമ്മുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരുന്നുള്ള ഒരു നല്ല ഒരു വിശ്വാസം ഈ വചനം വഴിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, പിന്നെ ഇനിയിപ്പം ജെറമ്യ 40:3 ഒരു തിരുവചനം എങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ചങ്ങലയെ നിങ്ങളെ ഞാൻ വിടുവിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇന്ന് കെട്ടപ്പെട്ട ചങ്ങല എന്താണ്? ഈ ആദാമത്തിൻ്റെ ആ കഴുത്തിൽ വെച്ച നുകം, ഇത് നമ്മളെ കെട്ടപ്പെട്ട അവസ്ഥയിൽ നമുക്ക് വീട്ടിൽ ഓരോ ബന്ധനങ്ങളായിട്ട് ഇങ്ങനെ കിടന്നുണ്ട്. അത് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് അടുത്ത് വരുന്ന സമയത്ത് ആ ചങ്ങല ഞാൻ പൊട്ടിച്ച് തരുമെന്നാണ് പറയുന്നത്. ഈശോ തന്നെ പറയുന്നത് കെട്ടഴിച്ച് മാറ്റുക, അവൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ 11:44 വായിക്കുന്നുണ്ട്. ലാസറിനെ പിടിച്ച് വെച്ച മനുഷ്യൻ കെട്ടിവെച്ച കുറച്ച് കെട്ടുണ്ട്, അതിന് ദൈവം മാറ്റമൊന്നും ചെയ്യില്ല. മനുഷ്യൻ കെട്ടിയത് മനുഷ്യൻ തന്നെ കെട്ടണം. അതിന് നമ്മൾ ആഗ്രഹിക്കണം, എനിക്ക് ഈശോയെ ഞാൻ കെട്ടഴിച്ച് എന്നെ മാറ്റിക്കോ, ഞാൻ ഇനി മുതൽ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ. ആ ഒരു ഉടമ്പടി എടുക്കണം. നമ്മൾ ഒരു ഉടമ്പടി ദൈവത്തോട്, അച്ഛൻ എപ്പോഴും പറയാൻ പോലെ ഒരു ഉടമ്പടി, ഒരു സ്നേഹം എടുത്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ എനിക്കൊരു വചനം കിട്ടിയിട്ടുണ്ട്, നമുക്ക് ചഞ്ചലാവും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഏത് ധ്യാനഗതും. പക്ഷേ നമുക്ക് ജെറമ്യ 42:10 ഒരു വചനം കിട്ടിയിട്ടുണ്ട്, നീ നിൽക്കുന്ന ദേശത്ത് നിന്ന് അവിടെ നിന്ന് ഉയർത്താമെന്ന്. അപ്പം നമ്മൾ ഈ കൂട്ടായ്മയോട്, ഇവിടെ വരുന്ന മക്കൾ ഈ കൂട്ടായ്മയോട് ചേർന്ന്, ഏതായാലും ഒരു കൂട്ടായ്മ നല്ലതാണ്. അച്ഛൻ്റെ പ്രാർത്ഥനയും മറ്റുള്ള പ്രാർത്ഥനയ്ക്കെല്ലാം ഒരു കൂട്ടായ്മ നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേന്ന് പ്രാർത്ഥിക്കണം. അമ്മ നമ്മളെ പ്രാർത്ഥിക്കും. ഇപ്പം എനിക്ക് എത്ര ജോമാല ചൊന്നാലും എനിക്കത് വിഷമമില്ല. എനിക്ക് 1 മിനിറ്റ് പോലും ഇപ്പം പണ്ട് ഞാൻ ആദ്യ കുർബാനയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് ഒരു സിസ്റ്റർ പറഞ്ഞ ഒരു 2 വാക്കുണ്ട്. പിന്നെ അമ്മ ഒരു മിനിറ്റ് കിട്ടിയാലും പോയിരുന്ന് ദൈവവചനം വായിച്ച് ഈശോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഉള്ളിൽ ഒരു തീയാണ്. എപ്പോഴും നമുക്ക് ആ സമയം കിട്ടിയാൽ നമുക്ക് പ്രാർത്ഥിക്കണം. പക്ഷെ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ആ സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ നമ്മുടെ ഈ അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോകില്ലേ, ഓരോന്നെങ്കിലും കൊട്ടുമേളമായിട്ടൊക്കെ കൊണ്ടുപോയില്ലേ, അത് ചെറുപ്പത്തൊക്കെ നമ്മൾ ഓടിപ്പോയി നോക്കും, പക്ഷെ അത് നോക്കാൻ പാടില്ലെന്ന്. അപ്പോൾ നോക്കാൻ പാടില്ലെന്ന് പറയുന്ന സമയത്ത് നമുക്ക് അന്നൊന്നും മനസ്സിലായില്ല. ഇന്ന് നമുക്ക് ബാറൂക്ക് 6:3, നിങ്ങൾ ബാബിലോണിൽ വെള്ളി, സ്വർണം, മരം എന്നിവ കൊണ്ട് നിർമ്മിച്ച ദൈവന്മാരെ കാണും. മനുഷ്യൻ അവയെ തോളിൽ ചുമക്കുന്നു, ജനതകൾ അവയെ ഭയപ്പെടുന്നു. ജനതകളെപ്പോലെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഈ ദേവന്മാരുടെ മുൻപിലും പിൻപിലും നിന്ന് ജനക്കൂട്ടം ആരാധിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അവയോട് ഭയം തോന്നരുത്. എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ പറയണം, കർത്താവെ, അങ്ങയെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത്. എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കും. മനസ്സിലായില്ലേ? നമുക്ക് തെറ്റ് പറ്റുന്നുണ്ട്. ഇതൊന്നും അറിയില്ല. നമ്മൾ എന്ത് പോയാലും ഇപ്പം ഈ വേലയൊക്കെ വരുന്ന സമയത്ത് പോയി അവിടെ നിന്ന് ശരിക്കും ആഘോഷിച്ച് കൊട്ടിയിട്ട് നമ്മുടെ സ്റ്റാറ്റസിൽ ഇടുന്നുണ്ട്. ഞങ്ങൾക്കൊരു വലിയമ്മ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ ഈ ഉടമ്പടി ലംഘിച്ചതിനെ പറ്റി ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിലേക്കാണ് പോണത്. അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും. അപ്പം ആ പേര് തന്നെ കന്യാമറി എന്നാണ് പറയണത്. അവരെ പോലെ തന്നെ ഏത് സമയം കൊന്ത ചൊല്ലി ഇങ്ങനെ ഏതെങ്കിലും നമ്മൾ പോകുമ്പോൾ എപ്പോഴും അവരുടെ കൊന്ത കൊണ്ട് ഇങ്ങനെ. ഞങ്ങൾ പറഞ്ഞു ഇതെന്താ, ഞങ്ങൾ ചെറുപ്പത്തിൽ അവരെ കളിയാക്കാറുണ്ട്. 3 പെൺകുട്ടികളുണ്ട്, 3 പെട്ടിയും നല്ല അവരുടെയൊക്കെ ചെറുതാണ്. അപ്പം ഈ 3 പേരും പള്ളിക്കൊക്കെ പോയിട്ട് ശരിക്കും നല്ല ചിരിച്ച് കളിച്ച് പോകുമ്പോൾ എനിക്കൊക്കെ അസൂയ തോന്നാറുണ്ട്. എനിക്ക് ചേച്ചി അനിയത്തിയും ഇല്ല, എനിക്ക് 4 ആങ്ങളമാരേ ഉള്ളൂ. അങ്ങനെ അസൂയ തോന്നാറുണ്ട്. അവസാനം എന്തെന്നറിയാം, ഇവർ എൻ്റെ കല്യാണമാണ് നേരത്തെ കഴിഞ്ഞത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെയൊക്കെ ചേച്ചിമാരാണെങ്കിൽ അവരുടെ പിന്നെ കഴിഞ്ഞ അവർക്ക് നല്ല പഠിപ്പുണ്ട്, എല്ലാവർക്കും ജോലിയൊക്കെ ആയി. അങ്ങനെ മൂത്തവളെ കല്യാണം കുറിച്ച് എവിടെ പോയിന്ന് പിന്നെ കണ്ടിട്ടില്ല. രണ്ടാളും ഒരു ദിവസം രണ്ടാമത് ചേച്ചി പള്ളിയിൽ വെച്ച് കാണാൻ മുടിയൊക്കെ കീമ ചെയ്ത് പോയിരിക്കണം. ഞാൻ പറഞ്ഞു, ചേച്ചി എന്ത് പറ്റി? അപ്പം ഇങ്ങനെ പറഞ്ഞു, വീട്ടിൽ വന്ന് ക്യാൻസറാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3ാമത് കുട്ടി, അവളുടെ കല്യാണം കഴിഞ്ഞ ഭർത്താവ് പിന്നെ തൂങ്ങി മരിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ മേരി ചേച്ചിയുടെ ഭർത്താവ് ഡ്രൈവറായിരുന്നു, ആക്സിഡൻ്റായി കാലുപോയി. ഇവർ ഭയങ്കര വീട്ടിൽ പിന്നിപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ 3 പെൺകുട്ടികൾക്ക് എന്ത് പറ്റിയെന്ന് അച്ഛൻ ഈ ഉടമ്പടി പറയുന്ന സമയത്ത് ഞാനിത് ചിന്തിക്കാൻ തുടങ്ങും. ഞാൻ വീട്ടിൽ പോയി പറയുകയും ചെയ്തു. എന്തെന്നറിയാം, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കണ്ണ് തട്ടിയാൽ ഒരു സാധനം ഒളിഞ്ഞു കൊടുക്കണ ഇതുണ്ട്, ഇവരിങ്ങനെ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത്. നമുക്ക് വയറൊക്കെ ഇങ്ങനെ ഉമ്മെന്നാകുമ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് പുളിയും ഉപ്പും തന്നു വിട്ട് നമ്മുടെ ചെറുപ്പത്തിൽ കൊണ്ടുപോയി വലിയമ്മ എടുത്ത് പോയി പ്രാർത്ഥിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഇവർ എന്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന അറിയില്ല, പുളിയും ഉപ്പൊക്കെ ഇലയിൽ പൊതിഞ്ഞ് തരും, മിണ്ടാതെ കൊണ്ടുപോകണം, മിണ്ടാതെ വന്ന് കഴിക്കണം.
പ്രാർത്ഥിക്കണം, ഇതാണ്. അപ്പം നമുക്ക് അസുഖം മാറിയെന്നാണ്. ഈ ഒരു പണി അവർക്കുണ്ട്. അപ്പം ഇത് ഇവർ ചെയ്തുകൊണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നാൾ പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവരുടെ കുടുംബം തകരാൻ കാരണം ഇത് തന്നെ, അവരുടെ അന്ധവിശ്വാസമാണ്. അപ്പം അതാണ് ആ കുടുംബം തുടർന്നത്. ഇപ്പം 3 കുട്ടികളുടെ ജീവിതം, അവർ മരിച്ചുപോയി. അപ്പം ഞാൻ ഇത്ര മട്ടും കരുതി ഇവരൊക്കെ വിശുദ്ധരായിട്ടുണ്ട്. കാരണം എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു, ഇവരൊക്കെ വിശുദ്ധരാണ്, ഇവരോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് പ്രാർത്ഥന കിട്ടി. ഇപ്പം എനിക്ക് മനസ്സിലായി, വെറുതെ ഇല്ല. ഞാൻ എപ്പോഴും വീട്ടിൽ പറയും, മാതാവിനെ അവർ കൈപിടിച്ചത്, കാരണം അവരുടെ ദേഷ്യമൊന്നും വരില്ല, അവരുടെ പ്രവൃത്തി അങ്ങനെയാണ്. പിന്നെ ഈ കുടുംബത്തിൽ എങ്ങനെ പിന്നിപ്പിന്ന് വന്നപ്പോൾ, സ്നേഹമുള്ളവരെ, എനിക്കിപ്പം മനസ്സിലായി, ഈ 1-ാം പ്രമാണം അന്ധവിശ്വാസം കൊണ്ടാണ്. ഇപ്പം നമുക്കത് വീട്ടിലും പറഞ്ഞു കൊടുക്കാൻ വഴി അതാണ് ആ കുടുംബം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അച്ഛൻ ഇവിടെ ഉടമ്പടി നമ്മൾ ലംഘിച്ച കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ആ ഇത് വെച്ചിട്ട് നമുക്ക് ഇനിയൊരു തീരുമാനം, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത്ര തന്നെ. അവർക്ക് വേണ്ടി നോമ്പെടുത്തും ഉപവാസം എടുത്തും പരിത്യാഗം ചെയ്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അതിനാണ് കർത്താവേ ജെറമ്യാ 5:4 പറയുന്നത് പോലെ, അവർ പാവങ്ങളാണ്, അവർക്ക് നിയമങ്ങൾ അറിയില്ല, അവർ വൃത്തിയില്ലാത്തവരാണ്. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമുക്ക് 3 മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമുക്കിന്ന് ഒരു കുർബ വേണം. ഞാനത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേന്ന് പറഞ്ഞാലും, ലോകം മുഴുവൻ പാവത്തിൽ മയങ്ങുമ്പോൾ ഉണർവോട് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാക്കൾക്കായി കണ്ണീരോട് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയുടെ ഒരു ശക്തി നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ സമർപ്പിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ.